വെൽക്കം ടു കെഎൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വീഡിയോ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്ന ടേംസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഇതാണ്: ഇംപിഡൻസ് Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, ഇഫ് VL ഗ്രേറ്റർ ദാൻ VC ആണെങ്കിൽ, അല്ലെങ്കിൽ VC ഗ്രേറ്റർ ദാൻ VL ആണെങ്കിൽ XC മൈനസ് XL ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ XL ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? L ഒമേഗയാണ്. അതുപോലെ തന്നെ XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ ആണ് എന്നുള്ളത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂസും കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് ഇവിടെ എന്താണ് വരിക? L ഒമേഗ മൈനസ് 1/C ഒമേഗ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇംപിഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് Z ഈസ് ഈക്വൽ ടു R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. L ഒമേഗ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? 2πf ആണ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്ന റിസൾട്ടും നമുക്ക് ഇവിടെ വരും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് പ്രോബ്ലമൊക്കെ ചോദിക്കാം. പ്രോബ്ലം ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാം. കിട്ടിയല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ഫേസ് ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഫേസ് ആംഗിളിൻ്റെ മലയാളം ക്ലാസ്സിൽ നമ്മൾ PDF നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ tan phi എന്ന് പറയുന്ന ടേം വെച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫേസ് ആംഗിൾ, ആ ഫേസ് ആംഗിളിൻ്റെ ഫോർമുലയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഫേസ് ആംഗിൾ tan phi ഈസ് ഈക്വൽ ടു VL മൈനസ് VC ഡിവൈഡഡ് ബൈ VR. ഇതാണ് എന്ത്? ഫേസ് ആംഗിളിൻ്റെ ഫോർമുല. അപ്പോൾ VL എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറാണ്. VC എന്ന് പറയുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണ്. VR എന്ന് പറയുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററാണ്. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഒരു ഫോർമുലയും കൂടിയും പറയാൻ പറ്റും: XL മൈനസ് XC ഡിവൈഡഡ് ബൈ R എന്ന് നമുക്ക് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന മറ്റൊരു ഫോർമുലയാണ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന പേരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, L മുമ്പിലാണ് എന്നുണ്ടെങ്കിൽ VL ഗ്രേറ്റർ ദാൻ VC ആണ്. ഇനി VC ഗ്രേറ്റർ ദാൻ VL ആകുമ്പോൾ എന്ത് സംഭവിക്കും? VC മൈനസ് VL ആവും. അതെല്ലാ കണ്ടീഷനിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ജനറലായിട്ട് VL ഗ്രേറ്റർ ദാൻ VC വെച്ചുകൊണ്ടാണ് ഈ ഫോർമുലാസ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്കൊരു പോയിന്റ് ഓർക്കേണ്ടത് എവിടെയാണ്? L ഒമേഗ ഗ്രേറ്റർ ദാൻ 1/C ഒമേഗയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ് ആംഗിൾ tan phi എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇനി L ഒമേഗ ലെസ് ദാൻ 1/C ഒമേഗ ആണ് എന്നുണ്ടെങ്കിൽ tan phi എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ L ഒമേഗ ഈസ് ഈക്വൽ ടു 1/C ഒമേഗ ആണ് എന്നുണ്ടെങ്കിൽ tan phi എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? 0 ആയിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ L ഒമേഗ ഗ്രേറ്റർ ദാൻ 1/C ഒമേഗ ആണെങ്കിൽ tan phiയുടെ വാല്യൂസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പറയണത് ഇതാണ്: EMF ലീഡ്സ് ദി കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണെങ്കിൽ
ദ ഇ എം എഫ് ഈ ലാക്സ് ബിഹൈൻഡ് ദ കറണ്ട് ആയിട്ട് മാറും. ഇവിടെയാണെങ്കിൽ ഇ എം എഫ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർ ഇൻ ഫേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എൽ സി ആർ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ എൽ സി ആർ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർ കപ്പാസിറ്റീവ് പോലെ ആക്ട് ചെയ്യും. ഇവിടെയാണെങ്കിൽ എൽ സി ആർ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർ ഇൻഡക്റ്റീവ് എന്ന് പറയുന്ന പോലെയായിരിക്കും നമുക്കവിടെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുക. അപ്പോൾ എൽ സി ആർ എപ്പോഴാണ് പ്യുവർ റെസിസ്റ്റൻസ് ആയിട്ട് മാറുക, എൽ സി ആർ എപ്പോഴാണ് പ്യുവർ കപ്പാസിറ്റർ ആയിട്ട് മാറുക, എൽ സി ആർ എപ്പോഴാണ് പ്യുവർ ഇൻഡക്ടർ ആയിട്ട് മാറുക എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു കണ്ടീഷനാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.